അൽവാരോ ആർബെലോവ മാഡ്രിഡിന്റെ പുതിയ കോച്ചാണ്. പുള്ളിക്കാരനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, പുള്ളി ഒരു റയൽ മാഡ്രിഡ് DNA ഉള്ള മനുഷ്യനാണെന്നുള്ളതാണ്. വേറെ ഒന്നുമല്ല, പുള്ളി ഒരു റയൽ മാഡ്രിഡ് പ്ലെയർ ആയിരുന്നു. അതുകൂടാതെ അവരുടെ ഒരു അക്കാദമി കോച്ചായിട്ടും പുള്ളി കുറേ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പ്ലെയർ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞെങ്കിൽ പുള്ളി ലിവർപൂളിന് വേണ്ടി കളിച്ചിട്ടുണ്ട്, വെസ്റ്റ് ഹാമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്, ഓഫ് കോഴ്സ് മാഡ്രിഡിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. അതുകൂടാതെ പുള്ളി ഒരു സ്പെയിൻ ഇൻ്റർനാഷണൽ ആയിരുന്നു എന്നുള്ളതാണ്. പിന്നെ കിട്ടാത്ത കപ്പുകളും വളരെ കുറവാണ്. വേൾഡ് കപ്പ് കിട്ടിയിട്ടുണ്ട്, 2 ചാമ്പ്യൻസ് ലീഗ് അടിച്ചിട്ടുണ്ട്, പിന്നെ ലാലിഗ ടൈറ്റിൽ വിന്നർ കൂടിയായിരുന്നു എന്നുള്ളതാണ്. ഇനി കോച്ചിങ് കരിയറിലേക്ക് വരുവാണെങ്കിൽ പുള്ളി സ്റ്റാർട്ട് ചെയ്യുന്നത് റയൽ മാഡ്രിഡിൻ്റെ അക്കാദമി ആയിട്ടുള്ള അണ്ടർ-14 കോച്ച് ചെയ്തുകൊണ്ടാണ്. പിന്നെ അണ്ടർ-16, പിന്നെ അണ്ടർ-19. ഈ അണ്ടർ-19 വെച്ചിട്ട് പുള്ളി ട്രിപ്പിൾ വരെ അടിച്ചിട്ടുണ്ട്. അതിനുശേഷം പുള്ളി റയൽ മാഡ്രിഡ് B ടീമിനാണ് കോച്ച് ചെയ്തുകൊണ്ടിരുന്നത്, മാഡ്രിഡ് കാസ്റ്റില. അപ്പം സാവി പുറത്തായപ്പം ഇപ്പം ഫസ്റ്റ് ടീമിലെ ഹെഡ് കോച്ചായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പുള്ളിനെ തേടി വന്നിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം ടാക്ടിക്സ് ആണ്. ടാക്ടിക്സിൻ്റെ കാര്യം പറയുമ്പോൾ പുള്ളി ഒരു 4-2-3-1 അല്ലെങ്കിൽ ഒരു 4-3-3 കളിക്കാൻ ആഗ്രഹിക്കുന്ന, ആ ഒരു ഫോർമേഷൻ കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മാനേജറാണ്. പുള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഒത്തിരി അറ്റാക്കിംഗ് ഫുൾ ബാക്സ്, പിന്നെ ഒത്തിരി എനർജറ്റിക് ആയിട്ടുള്ള വിങ്ങേഴ്സ്, അതുകൂടാതെ ഒത്തിരി അഗ്രസീവ് ആയിട്ടുള്ള മിഡ്ഫീൽഡേഴ്സ്. ഈ ഒരു 3 ഡെഡ്ലി കോമ്പിനേഷനാണ് പുള്ളി സാധാരണഗതിയിൽ പിച്ചിൽ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പുള്ളി ഒരു സ്ലോ ഗെയിം കളിക്കുന്ന ഒരു മാനേജറല്ല. പുള്ളിക്ക് വേണ്ടത് ഫാസ്റ്റ് ആയിട്ടുള്ള ട്രാൻസിഷൻ ഫുട്ബോൾ കളിക്കുന്ന, അല്ലെങ്കിൽ അതിന് പറ്റിയ പ്ലെയേഴ്സിനെയും അങ്ങനെ ആ ഒരു രീതിയിൽ കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മാനേജറാണെന്ന് നമുക്ക് പറയാം. ഒത്തിരി സ്ലോ ആയിട്ടുള്ള പ്ലെയേഴ്സ് മിക്കവാറും ഇനി ബെഞ്ചിലായിരിക്കും. യൂത്ത് ആയിട്ടുള്ള പ്ലെയേഴ്സിൽ ആരെങ്കിലും അക്കാദമിയിലൊക്കെ നല്ല പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് അവസരം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പ്ലീസ് ഡു മെൻഷൻ ഇൻ ദ കമൻറ്റ്സ്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്. താങ്ക് യു ഗൈസ്.